നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കി വെക്കാനായിട്ട് ഇതുപോലെ വെള്ളം എടുത്ത് അതിലേക്ക് ശർക്കര ഇട്ടിട്ട് അതിനെ ഉരുക്കി കുപ്പിയിലാക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു, അതിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി അതിനെ ഇളക്കി വെച്ച് നേരിയ തീയിൽ വെച്ചാൽ മതി. സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് അടിക്ക് പിടിക്കും. അപ്പം നേരിയ തീയിൽ അത് തിളച്ച് വരുന്നതനുസരിച്ച് അത് ചെറുതായി വന്നോളൂ. ഇതിനെ മൂടി വെച്ച് നേരിയ തീയിൽ വേവിക്കാം, ഉരുക്കിയെടുക്കാം. പെട്ടെന്ന് ശർക്കരയുടെ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പാനി എടുത്തിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ശർക്കര ഇടിച്ച് പൊടിച്ച് അതിൻ്റെ കരട് ഒക്കെ കളഞ്ഞ് അന്നേരം എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ആക്കി വെച്ചാൽ എളുപ്പം എടുത്ത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ശർക്കര ഉടച്ചിട്ട് ചൂടാക്കാൻ വെക്കേണ്ട ആളുകൾക്ക് അങ്ങനെ വെക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഇട്ട് ഇങ്ങനെ ഇടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് ഇതുപോലെ വെച്ചത്. മൂടി വെക്കുവാണെങ്കിൽ വേഗം ഉരുക്കി കിട്ടിക്കോളും. നേരെ തീയിൽ മൂടി വെച്ചാൽ മതി. കണ്ടോ, ശർക്കര നന്നായി ഉരുക്കി കിട്ടിയിട്ടുണ്ട്. ഇതിനി ചൂടാറിയ ശേഷം നമുക്കൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാം. ശർക്കര പാനി ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ച് ഇതിൽ നിറച്ച് വെക്കാം ഫ്രിഡ്ജിൽ. കണ്ടോ, പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ചായ ആണെങ്കിലും എന്താവശ്യത്തിനാണെങ്കിലും മധുര പലഹാരം ഉണ്ടാക്കാനാണെങ്കിലൊക്കെ ശർക്കര ഉരുക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ നിന്ന് എടുത്തങ്ങ് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തീർന്നതനുസരിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമാണ്. അത്രയും സമയവും ലാഭമാണ്.